ചെറുതും വലുതുമായ അബദ്ധങ്ങൾ ചെയ്യാത്തവരുണ്ടാവില്ല. പക്ഷെ ചിലർ ചെയ്യുന്ന ചെറിയ അബദ്ധങ്ങൾക്ക് പോലും ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു കമ്പനി പോലും പൂട്ടിപ്പോയേക്കാം. അത്തരം ചില അബദ്ധങ്ങളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ബോയിങ്. ചെറിയ അശ്രദ്ധ കൊണ്ടൊന്നും വലിയ അബദ്ധങ്ങൾ പൊതുവേ സംഭവിക്കാറില്ല. പക്ഷെ അമേരിക്കയിലെ മൊണ്ടാന എന്ന റെയിൽവേ കമ്പനി അതെപ്പോഴും അങ്ങനെയല്ലെന്ന് 2014 മനസ്സിലാക്കി. ആ വർഷം ജൂലൈ 3 വിച്ചിറ്റ മുതൽ റണ്ടൻ എന്ന നഗരം വരെ ഒരു വലിയ ലോഡുമായി 2888 കിലോമീറ്റർ ദൂരമുള്ള ട്രാക്കിലൂടെ അവരുടെ ഒരു ട്രെയിൻ യാത്ര തിരിച്ചു. പക്ഷേ ഇതിനിടയിൽ പാളം തെറ്റി ട്രെയിൻ മറിഞ്ഞ് കാർഗോ താഴെയുള്ള നദിയിലേക്ക് വീണു. എന്നാൽ ഇത് വെറും ഒരു സാധാരണ കാർഗോ ആയിരുന്നില്ല. ആ ട്രെയിനിലുണ്ടായിരുന്നത് 6 വലിയ ബോയിങ് 737 വിമാനങ്ങളുടെ ബോഡിയായിരുന്നു. അതിൽ 3 ട്രെയിനിൽ നിന്ന് മറിഞ്ഞ് നദിയിൽ വീണ് തകർന്നിരുന്നു. ബാക്കി 3 നശിച്ചുപോയി. അങ്ങനെ 6 പൂർണ്ണമായി തകർന്നു. ഇതുവഴി ബോയിങ് കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിച്ചതുകൊണ്ട് വിശദമായി തന്നെ അവർ അന്വേഷിച്ചു. അതനുസരിച്ച് ട്രെയിൻ ഓടിച്ച ഡ്രൈവറും ലോഡ് കയറ്റിയവരുമൊക്കെ കൃത്യമായി ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാക്ക് ചെക്ക് ചെയ്യേണ്ട ഇൻസ്പെക്ടർമാർ അതിൻ്റെ അലൈൻമെൻറ്റിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. വർഷാവർഷം ലക്ഷക്കണക്കിന് ഡോളറുകൾ ട്രാക്ക് മെയിൻ്റനൻസിന് വേണ്ടി മുടക്കിയിരുന്നെങ്കിലും ഇത് മാത്രം ആരും കണ്ടെത്തിയില്ല. അതിനു പകരമായി കൊടുക്കേണ്ടി വന്നത് 6 ബോയിങ് വിമാനങ്ങളുടെ വിലയാണ്. ഓരോന്നിനും $90 മില്യൺ വെച്ച് ആകെ $54 കോടി നഷ്ടപരിഹാരമായി റെയിൽ കമ്പനി നൽകിയത്. റെയിൽവേ ട്രാക്ക് കൃത്യമായി ഇൻസ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമുണ്ടായ നഷ്ടം. ഹൂവർ. 1980കളുടെ തുടക്കങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ വാക്വം ക്ലീനറുകൾ വിറ്റിരുന്ന ഒരു വൻകിട കമ്പനിയായിരുന്നു ഹൂവർ. വലിയ ലാഭം അവർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1987 മുതൽ കമ്പനിയുടെ ലാഭം കുറയാൻ തുടങ്ങി. വിൽപ്പന കൂട്ടാൻ വേണ്ടി അവരൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചു. 92 അവരൊരു ട്രാവൽ ഏജൻസിയുമായി കൂടിച്ചേർന്ന് ഒരു ഓഫർ ഇറക്കി. €100 തക്കതായ അവരുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നവർക്ക് യൂറോപ്പിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് അങ്ങോട്ടേക്കും തിരിച്ചുമുള്ള 2 ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ലഭിക്കും. ഇതൊരു വമ്പൻ ഓഫർ ആയിരുന്നെങ്കിലും ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട പ്രൊസീജിയറുകൾ വളരെ പ്രയാസമുള്ളതാക്കി കമ്പനി മാറ്റിയിരുന്നു. ഈ ബുദ്ധിമുട്ട് കാരണം പ്രോഡക്റ്റുകൾ വാങ്ങുന്നവരിൽ ഒട്ടുമുക്കാൽ പേരും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കില്ല എന്നവർ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ നടക്കുകയും കമ്പനി വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവരൊരു മണ്ടത്തരം ചെയ്യുന്നത്. പുതുക്കിയ ഓഫർ പ്രകാരം €100 പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നവർക്ക് അമേരിക്കയ്ക്ക് 2 ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. പഴയതുപോലെ അധികം പേരൊന്നും ഈ ടിക്കറ്റ് കിട്ടാൻ ശ്രമിക്കില്ല എന്നും കൂടുതൽ കാശ് വാരാമെന്നും കമ്പനി പ്രതീക്ഷിച്ചു. പക്ഷേ അതുപോലെയല്ല നടന്നത്. പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നവരെല്ലാം തന്നെ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനുള്ള പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി. ഒരു 50,000 പേർ അപ്ലൈ ചെയ്യുമെന്ന് കരുതിയെടുത്ത് 3 ലക്ഷം പേരാണ് വന്നത്. ഹൂവർ കമ്പനി പ്രോഡക്റ്റുകൾ വിറ്റ് £30 മില്യൺ സമ്പാദിച്ചെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റിന് തന്നെ £100 മില്യൺ അവർക്ക് ചിലവാക്കേണ്ടി വന്നു. എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നതോടെ കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. 95 50% നിന്ന് അവരുടെ മാർക്കറ്റ് ഷെയർ വെറും 10% കുറഞ്ഞു. അവസാനം നഷ്ടത്തിൽ അവർ മറ്റൊരു കമ്പനിക്ക് വിറ്റുപോയി. കസ്റ്റമേഴ്സിനെ പറ്റിച്ച് കാശുണ്ടാക്കാൻ പോയാൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. എമിഷൻ ഇഷ്യൂസ്. കാലിഫോർണിയയിലെ ഈ 134 ഏക്കർ മരുഭൂമിയിൽ വർക്ക് ചെയ്യുന്ന 21,000 കാറുകളാണ് നശിച്ചു പോകാനായി ഇട്ടിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ? ചെറിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട്. എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി കാർ നിർമ്മാതാക്കൾ പാലിക്കേണ്ട അനേകം നിയമങ്ങളുണ്ട്. എന്നാൽ ഫോക്സ് വാഗൺ കമ്പനി പൊല്യൂഷൻ കുറവാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഡീസൽ കാറുകളിൽ ആരുമറിയാതെ ഒരു ഉപകരണം സ്ഥാപിച്ചിരുന്നു. 2014 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിക്ക് സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തുന്നത്. അവസാനം കുറ്റസമ്മതം നടത്തിയ ഫോക്സ് വാഗൺ ലോകമെമ്പാടു നിന്നും ലക്ഷക്കണക്കിന് കാറുകളാണ് തിരികെ വിളിച്ചത്. ഇതൊക്കെ ആർക്കും ഉപകാരമില്ലാതെ പലയിടത്തായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് കമ്പനിക്കുണ്ടായ നഷ്ടം 1 കോടിയോ 10 കോടിയോ $1 ബില്യൺ ഒന്നുമല്ല, $33.3 ബില്യൺ. അതായത് ഫോക്സ് വാഗൺ കമ്പനിയുടെ വാർഷിക വരുമാനത്തിൻ്റെ 10%. സൽപ്പേര് പോയതാണ് അതിനേക്കാൾ വലിയ നഷ്ടം. പ്രസ്റ്റീജ്. മണ്ടത്തരങ്ങൾ ചെയ്യുന്നതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല എന്നതിൻ്റെ തെളിവാണ് ഇദ്ദേഹം. 2002 സ്പെയിനിൻ്റെ കടൽ തീരത്ത് വെച്ച് പ്രസ്റ്റീജ് എന്ന ഓയിൽ ടാങ്കറിൻ്റെ ഫ്യൂവൽ ടാങ്കിൽ 50 അടിയോളം വലിപ്പമുള്ള ഒരു ദ്വാരമുണ്ടായി. പല രാജ്യങ്ങൾക്കും എമർജൻസി മെസ്സേജ് അയച്ചെങ്കിലും ആരും അവരുടെ പോർട്ടിലേക്ക് വരാൻ ഈ കപ്പലിനെ സമ്മതിച്ചില്ല. അവസാനം 6 ദിവസം കഴിഞ്ഞ് അത് മുങ്ങുകയും 50,000 ടൺ ക്രൂഡ് ഓയിൽ ആ സമീപത്തെ കടലിൽ മുഴുവൻ പരക്കുകയും ചെയ്തു. ആ ഒരു ദുരന്തം കാരണമുണ്ടായ പ്രശ്നങ്ങൾ ശരിയാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു. 10,000 വോളണ്ടിയേഴ്സും $60 കോടിയിലധികം അതിന് ചിലവാക്കി. പക്ഷേ ഈ അപകടം ശരിക്കും എങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയാമോ? ഈ കപ്പലിൻ്റെ ഫ്യൂവൽ ടാങ്കുകൾ ശരിക്കും കേടുപാട് സംഭവിച്ചവയായിരുന്നു. എന്നാൽ 77 വയസ്സുള്ള ഇതിൻ്റെ ക്യാപ്റ്റന് ഇതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കാരണം നിർബന്ധമായും ചെയ്യേണ്ട ഇൻസ്പെക്ഷനുകൾ ഒന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനു മുൻപുള്ള ക്യാപ്റ്റൻ എഴുതിയ റിപ്പോർട്ടും ഇദ്ദേഹം വായിച്ചില്ല. കോടതിയിൽ വെച്ച് പോലും അദ്ദേഹം പറഞ്ഞത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തെ 2 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും കമ്പനിക്ക് $1 ബില്യൺ ഫൈൻ ഈടാക്കുകയും ചെയ്തു.
ഒരൊറ്റയാൾ സ്വന്തം ജോലി കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ എന്തൊക്കെ സംഭവിക്കാമല്ലേ? മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ധാരാളം വലിയ കമ്പനികൾ മറ്റ് ചെറിയ കമ്പനികളെ വാങ്ങി വലുതാകാൻ ശ്രമിക്കാറുണ്ട്. മെറ്റ വാട്സാപ്പിനെയും ആപ്പിൾ ബീറ്റ്സിനെയും ഒക്കെ വാങ്ങിയതുപോലെ. ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും നല്ല റിസ്ക് എപ്പോഴുമുണ്ട്. അങ്ങനൊരു റിസ്ക്കാണ് 99-ൽ എക്സൈറ്റ് എന്ന സെർച്ച് എഞ്ചിൻ്റെ CEO ആയ ജോർജ് ബെല്ലിന് വന്നത്. ആ സമയത്ത് യാഹുവിൻ്റെ തൊട്ടുപിന്നിലായി രണ്ടാമത്തെ വലിയ സെർച്ച് എഞ്ചിനായിരുന്നു എക്സൈറ്റ്. അപ്പോഴാണ് 2 ചെറുപ്പക്കാർ പുതിയൊരു സെർച്ച് എഞ്ചിനുമായി വന്ന് $10 ലക്ഷം ഇവർക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ എക്സൈറ്റിൻ്റെ CEO $7.5 ലക്ഷം മാത്രം ഓഫർ ചെയ്യുകയും അവരോട് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതുപക്ഷേ ആ ചെറുപ്പക്കാർ സമ്മതിച്ചില്ല. ഇന്ന് ലോകത്തിലെ ആദ്യ 20 സെർച്ച് എഞ്ചിനുകളുടെ ലിസ്റ്റിൽ പോലും എക്സൈറ്റ് വരില്ല. എന്നാൽ അവർ വേണ്ട എന്ന് പറഞ്ഞ ആ സെർച്ച് എഞ്ചിനാണ് ഒന്നാമത്, ഗൂഗിൾ. സെർച്ച് എഞ്ചിൻ വിൽക്കാനായി വന്ന ആ ചെറുപ്പക്കാരായിരുന്നു ലാറി പേജും സെർജി ബ്രിന്നും, ഗൂഗിളിൻ്റെ സ്ഥാപകർ. 2020-ൽ ഗൂഗിളിൻ്റെ മൂല്യം $1 ട്രില്യൺ കടന്നത്. എക്സൈറ്റിൻ്റെ പഴയ CEOയ്ക്ക് അത് കേട്ട് ഒട്ടും എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടാവില്ല. എങ്ങനെയുണ്ടായിരുന്നു വലിയ വില കൊടുക്കേണ്ടി വന്ന ഈ അബദ്ധങ്ങൾ? നിങ്ങളെ ഏറ്റവും അതിശയിപ്പിച്ചത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.